ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നമ്മൾ ഇന്നലെ ഒരുങ്ങി ഇന്നിതാ ഈ തിരുനാൾ ദിനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ തിരുനാൾ ദിനം അനുഗ്രഹമാക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ ഈ രണ്ടാം ദിനത്തിൽ നമുക്ക് ദൈവാനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായെന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെന്നിൽ നിറയണമേ. ഓ, അളവില്ലാതെന്നിൽ നിറയണമേ. ഉണർവോടെ നമുക്ക് ദൈവവചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നതൊക്കെ ദൈവത്തെ ആരാധിക്കുവാനാണ്. വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ സഹനങ്ങളിൽ പോലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു. നമുക്കും നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, ഭാരങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അവയൊക്കെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: എന്നെ ആരാധിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. നിനക്ക് ദീർഘായുസ് ലഭിക്കും. അതെ, നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സന്തോഷത്തോടെ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും. പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും. പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ
ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. വചനത്തിനായി ഹൃദയമൊരുക്കു പരിശുദ്ധാത്മാവേ, വചനത്തിനായി ഹൃദയമൊരുക്കു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് അൽഫോൻസാമയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അൽഫോൻസാമയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദൈവവചനം ശ്രവിക്കാനായിട്ടൊരുങ്ങാം. അൽഫോൻസാമേ സ്വർഗീയ സുമമേ, വിശുദ്ധിതൻ പൊൻതാരമേ. അൽഫോൻസാമേ സ്വർഗീയ സുമമേ, വിശുദ്ധിതൻ പൊൻതാരമേ. ആകുലവേളയിൽ ആശ്വാസമേകുവാൻ നിൻ പ്രിയ മക്കൾക്കായി തുണയാകണേ. ആകുലവേളയിൽ ആശ്വാസമേകുവാൻ നിൻ പ്രിയ മക്കൾക്കായി തുണയാകണേ. അൽഫോൻസാമേ സഹനത്തിൻ പുത്രി, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അൽഫോൻസാമേ സഹനത്തിൻ പുത്രി, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1 ലേഖനം 4-7, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമയ്ക്ക് ഈ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. ദൈവവചനവുമായി ബന്ധമുള്ളതുകൊണ്ട് വിശുദ്ധ അൽഫോൻസാമ കുഞ്ഞുനാളിൽ തന്നെ വിശുദ്ധി ആഗ്രഹിച്ചിരുന്നു. അതിനേക്കാൾ ഉപരി ഈ ഭൂമിയിലെ ജീവിതം എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം? ഈ ഭൂമിയിലെ മനുഷ്യജീവിതം എത്ര നാളുള്ള ജീവിതമാണ്? ഇവിടുന്ന് അവസാനിച്ച് കഴിയുമ്പോൾ അതോടെ എല്ലാം തീരുന്നതാണോ? ഇതൊക്കെ അൽഫോൻസാമ ധ്യാനിച്ചിരുന്നു. പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് കാരുണ്യം പ്രദർശിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരത, ഈ ഭൂമിയിലുള്ള ജീവിതം ഏറിയാൽ 70-80 എന്നൊക്കെ സങ്കീർത്തനം പറയും. പക്ഷേ പ്രഭാഷകൻ പറയുന്നു 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചാൽ ദീർഘായുസ്സാണ്. എന്നാൽ നിത്യത എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രിയമുള്ളവരെ, അൽഫോൻസാമ ഈ നിത്യതയെ തിരിച്ചറിഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച വലിയ വിശുദ്ധയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ സഹോദരി എന്ന് പറയാം. കാരണം നമ്മൾ ഭാരതത്തിലെ മക്കൾക്ക് അഭിമാനിക്കാനുള്ള വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ. പലവട്ടം നമ്മൾ വിശുദ്ധ അമ്മയുടെ കബറിടത്തിൽ പോയിട്ടുണ്ട്. ഭരണങ്ങാനത്ത് ചെന്ന് ആ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, വിശുദ്ധ അൽഫോൻസാമേ വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തരണമേ എന്ന്? പലപ്പോഴും ഇല്ല. നമ്മളൊക്കെ ചോദിക്കുന്നത് ജോലി കിട്ടണം, ശമ്പളം കൂടുതൽ കിട്ടണം, നല്ല വിവാഹം നടക്കണം, തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടണം, നല്ലൊരു കുടുംബജീവിതം വേണം, നല്ല തൊഴിൽ, സമ്പാദ്യം, ഈ ഭൂമിയിൽ ചേരുന്നെല്ലാം, നല്ല ആരോഗ്യം. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അല്ല.
നിത്യത എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്നത് പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് കുരിശിൽ മരിക്കുവാൻ തയ്യാറായത്, ഉദ്ധാനം ചെയ്തതൊക്കെ ഈ യാഥാർത്ഥ്യം പഠിപ്പിക്കുവാനാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ നൈമിഷികതയും നിത്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവും. നമ്മുടെ ജീവിതം നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 47 അധ്യായത്തിൽ 9 നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പറയുന്നുണ്ട്, ദേശാന്തര വാസക്കാലം എന്നാണ് പറയുന്നത് ഇതിനെ. ദിനവൃത്താന്തങ്ങളുടെ 1 പുസ്തകം 29:15 പറയും, ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ പരദേശികളാണ്, വി ആർ സ്ട്രേഞ്ചേഴ്സ്. അൽഫോൺസാമ്മ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയതയെ ചേർത്ത് വെച്ച് ആ ആത്മീയത ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ക്ലാരമഠത്തിൽ ചേർന്ന വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൺസാമ്മ. അൽഫോൺസാമ്മ വിശ്വസിച്ച, സ്നേഹിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ സഹോദരങ്ങളോട് എപ്പോഴും, അതുപോലെ തന്നെ ക്ലാര സഹോദരിമാരോടും പറയുമായിരുന്നു, വി ആർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ തീർത്ഥാടകരും പരദേശികളുമാണ് പ്രിയമുള്ളവരെ. കുറച്ച് നാളത്തെ ഈ ഭൂമിയിലെ ജീവിതം. പത്രോസ്ലീഹ, ആദ്യത്തെ മാർപ്പാപ്പയ പത്രോസ്ലീഹ 1 അധ്യായം 24 പറയും, പുൽക്കൊടിക്ക് സദൃശ്യമാണ് ഈ ഭൂമിയിലെ ജീവിതം. യാക്കോബ് സ്ലീഹ 4 അധ്യായം 14 പറയും, മനുഷ്യജീവിതം നീരാവി പോലെയാണ്, മൂടൽ മഞ്ഞ് പോലെയാണ്. അത്രയേ ഉള്ളൂ. നൈമിഷികമായ ഈ ഭൂമിയിലെ ജീവിതത്തെ നമ്മൾ വെറുപ്പും കൊണ്ട്, വാശി കൊണ്ട്, വൈരാഗ്യം കൊണ്ട് ഈ ഭൂമിയിലെ സമ്പാദ്യത്തിൻ്റെ പിന്നാലെ ഓടി നമ്മൾ നാശത്തിൽ വീഴാനുള്ളതല്ല, അശുദ്ധിയിൽ വീഴാനുള്ളതല്ല, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ളതാണ് ജീവിതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം 22 പറയും, ഒരു ശ്വാസം മാത്രമാണ് മനുഷ്യജീവിതം, അല്ലേ? മരിച്ചു കഴിയുമ്പോൾ അയ്യോ അവൻ്റെ ശ്വാസം പോയെന്നൊക്കെയാണ് പറയുന്നത്. ആൾ തട്ടിപ്പോയി, നിസ്സാരമാണ്, ഒരു നിമിഷം മതി. ജീവിതത്തിൻ്റെ നൈമിഷികത മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. മരണത്തെ ധ്യാനിക്കണം. അൽഫോൺസാമ്മ വിശുദ്ധയായി തീരാനായിട്ട് സഹായിച്ചത് ഈ ഭൂമിയിലെ ജീവിതത്തെ മരണത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തെ ധ്യാനിച്ചു. മരണം എന്നുള്ളത് സുനിശ്ചിതമാണ്. മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം. മരണത്തിലൂടെ നിത്യതയിലേക്ക്, വിശുദ്ധിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ് എൻ്റെ ജീവിതമെന്ന് വിശുദ്ധ അൽഫോൺസാമ്മ ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 2 അധ്യായം 23, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചോദിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പലരുടെയും മരണം കണ്ടിട്ടുണ്ട്. നമ്മുടെയും മരണത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കണം പ്രിയമുള്ളവരെ. സഭാപ്രസംഗകൻ 12 അധ്യായം 7 പറയുകയാ, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങുന്നു, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ വിസ്മരിക്കുന്നത് കൊണ്ടാണ് ശരീരം മാത്രമേ ഉള്ളൂ എന്ന് കരുതി ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി മനുഷ്യൻ ഇന്ന് പാപ വഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനെ ഗൗരവമായി എടുക്കുന്നവർ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്ന വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കും. വിശുദ്ധരൊക്കെ അങ്ങനെയായിരുന്നു. വിശുദ്ധ അൽഫോൺസാമ്മ അങ്ങനെയായിരുന്നു. വിശുദ്ധ അൽഫോൺസാമ്മ സ്നേഹിച്ച, വിശുദ്ധ അൽഫോൺസാമ്മ ആഗ്രഹിച്ച് അത് ആത്മീയത നയിക്കുവാൻ, ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയത നയിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട അൽഫോൺസാമ്മ ഈ കാഴ്ചപ്പാടുള്ള വ്യക്തിത്വമായിരുന്നു. ഫ്രാൻസിസും ഇങ്ങനെയായിരുന്നു. ഫ്രാൻസിസിൻ്റെ വർഷമാണ്. ഫ്രാൻസിസിൻ്റെ മരിച്ച് 800 വർഷമാകുന്നു. അൽഫോൺസാമ്മ മരിച്ചിട്ട് 80 വർഷമാകുന്നു. പ്രിയമുള്ളവരെ, ഈ അൽഫോൺസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമ്മളൊന്ന് ആഗ്രഹിക്കണം, എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിത്യത ഉറപ്പാകണം. നിത്യജീവനിൽ എനിക്ക് ഭാഗഭാഗത്വം കിട്ടണം. മരണത്തിലൂടെ നിത്യതയിൽ എനിക്ക് എത്തിച്ചേരണം. അൽഫോൺസാമ്മ നിത്യതയിലാണ്, കർത്താവിനോടൊപ്പമാണ്. നമ്മൾ അതിന് ആഗ്രഹിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ എത്രയോ പ്രഗത്ഭന്മാർ വന്നിട്ടുണ്ട്, കടന്നുപോയിട്ടുണ്ട്. നമ്മളോടൊപ്പമൊക്കെ ജീവിച്ച എത്രയോ പേര് ഈ ഭൂമി വിട്ടു പോയിരിക്കുന്നു. ഈ ഭൂമിയല്ലേ 2026 നമ്മൾ ജീവിക്കുമ്പോൾ എത്രയോ മനുഷ്യർ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഈ ഭൂമി വിട്ടു പോയിട്ടുണ്ട്. അവരിവിടെ നേടിയതൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. വിശുദ്ധമായ ജീവിതം നയിച്ചവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ച് മകുടം ചാർത്തുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. അൽഫോൺസാമ്മ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് വിശുദ്ധിയിൽ വളരാൻ. അതൊന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 4 അധ്യായം 12 പറയുക, വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ വാക്കിൽ വിശുദ്ധി ഉണ്ടാകണം,
പെരുമാറ്റത്തിൽ വിശുദ്ധിയുണ്ട്, വസ്ത്രധാരണത്തിലൊക്കെ. ഇന്ന് അശുദ്ധി ഇന്ന് പടർന്നു വന്നിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകമൊക്കെ മാറിപ്പോവും, ലോകവും അതിൻ്റെ മോഹങ്ങളുമൊക്കെ മാറിപ്പോകും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇവയെല്ലാം നശിച്ചു പോകുമെന്ന് വചനം പറയുന്നുണ്ട്. മൂലപദാർത്ഥങ്ങൾ കത്തിച്ചാമ്പലാകും. ഈ മൂലപദാർത്ഥങ്ങൾ കത്തിച്ചാമ്പലാകുന്ന ഈ ലോകത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത തിരുരക്തത്തിൻ്റെ, അവൻ കൊടുത്ത ത്യാഗത്തിൻ്റെ വിലയിലൂടെ ലഭിക്കുന്ന നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതമെന്ന് മറന്നു പോകരുത്. അപ്പോൾ അൽഫോൻസാമ അങ്ങനെയായിരുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാം, ഹല്ലേലൂയാം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിയമാവർത്തന പുസ്തകം 14:2, നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ. അതെ, വിശുദ്ധി പ്രാപിക്കുവാൻ നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകളൊന്ന് ഒന്ന് മനസ്സിലാക്കി നമുക്ക് ഈ വചനചിന്തയിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പ്രകാശിപ്പിക്കാം. വിശുദ്ധരാകുവാൻ നമ്മൾ ചില കാര്യങ്ങൾ എടുക്കണം. ഒന്നാമത്, നിലയ്ക്കാത്ത ആഗ്രഹം വേണം. അൽഫോൻസാമയ്ക്ക് അതുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ അൽഫോൻസാമ എപ്പോഴും ആഗ്രഹിക്കും, എനിക്ക് വിശുദ്ധനാകണം, ഒരു വിശുദ്ധയാകണം എന്നുള്ള ആഗ്രഹം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെയൊക്കെ കുഞ്ഞുമക്കൾക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധനായി തീരണമെങ്കിൽ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് അതിനായി ആഗ്രഹിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ആഗ്രഹം വേണം. രണ്ടാമത്, അനുദിന വിശുദ്ധ വായന. നമുക്കറിയാം, അൽഫോൻസാമയുടെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ബൈബിള് വചനം എടുത്ത് വച്ചിരിക്കുക, നെഞ്ചോട് ചേർത്ത് വെച്ച്. ചെറുപ്രായത്തിൽ തന്നെ വചനം വായിക്കുമായിരുന്നു അൽഫോൻസാമ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വചനത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങളുടെ അനുദിന വായന നിങ്ങൾ അവഗണിക്കരുത്. പുണ്യവായന അനേകരെ വിശുദ്ധരാക്കിയിട്ടുണ്ട്. വിശുദ്ധമായ വായന നമ്മളെ വിശുദ്ധരാക്കി മാറ്റും. നീ എന്ത് വായിക്കുന്നു അതായി തീരുമെന്നാണ് വിശുദ്ധരൊക്കെ പറയുന്നത്. വിശുദ്ധരുടെയൊക്കെ ജീവിതം അപ്രകാരമായിരുന്നു. ഇഗ്നേഷ്യസ് ലയോള ദൈവവചനം വായിച്ച് വിശുദ്ധിയിലേക്കുള്ള ആ താല്പര്യം അദ്ദേഹത്തിൻ്റെ ഉണർന്നു. അൽഫോൻസാമയുടെ ജീവിതത്തിലും അതുതന്നെയാണ്. വിശുദ്ധിയിൽ വളരാൻ പ്രിയമുള്ളവരെ, വിശുദ്ധ വായന നമ്മളെ സഹായിക്കും. കാരണം വായിക്കുന്ന വചനം ഉള്ളിൽ നിൽക്കും. സങ്കീർത്തനം 119:11, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വചനമില്ല ഇന്ന് നമ്മുടെയൊക്കെ യുവക്കൾക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വചനത്തിൻ്റെ അഭാവമാണ്. വചനമില്ലാത്തതിൻ്റെ കാരണമാണ് പാപത്തിൽ മുഴുകാനും, പാപത്തിൽ വീഴാനും, പാപത്തിൽ തന്നെ ജീവിക്കാനുമൊക്കെ കാരണമാകുന്നത്. വചനം കൊടുക്കണം. മൂന്നാമത്, വിശുദ്ധ കുർബാനയിലെ സജീവ പങ്കാളിത്തം. വിശുദ്ധനായി മാറണമെങ്കിൽ, വിശുദ്ധിയിൽ വളരണമെങ്കിൽ വിശുദ്ധ കുർബാനയിലെ സജീവ പങ്കാളിത്തം. ആദ്യം മുതൽ അവസാനം വരെ വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കണം. അൽഫോൻസാമയുടെ ജീവിതം മുഴുവനും വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള ജീവിതമായിരുന്നു. ദിവ്യ കാരുണ്യത്തോടുള്ള ജീവിതമായിരുന്നു. എനിക്ക് ഏറ്റവും വിലയുള്ളത് വിശുദ്ധ കുർബാനയാണെന്ന് അൽഫോൻസാമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ സൂത്രങ്ങളിൽ, അമ്മയുടെ സുഹൃതം നിറഞ്ഞ വാക്കുകളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്, ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ്. നമ്മുടെയൊക്കെ വിശുദ്ധ കുർബാനയുമായുള്ള ബന്ധം ഈ തിരുനാൾ ദിനത്തിലൊക്കെ ഒന്ന് നമ്മൾ ധ്യാനിക്കണം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ദിനത്തിൽ നമ്മൾ പങ്കെടുത്ത കുർബാനയിൽ ആദ്യം മുതൽ അവസാനം വരെ ഭക്തിയോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, തീഷ്ണതയോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ദൈവത്തോട് നമ്മൾ മാപ്പ് ചോദിക്കണം പ്രിയമുള്ളവരെ. വിശുദ്ധ കുർബാന നമ്മളെ വിശുദ്ധരാക്കി മാറും. മുടങ്ങാതെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ സഹായിക്കും എന്ന് വിശുദ്ധർ പറയുന്നു, വിശുദ്ധ അൽഫോൻസാമ പറയുന്നു. നാലാമത്, അനുരഞ്ജന കൂദാശയും പ്രായശ്ചിത്ത പ്രവൃത്തികളും വിശുദ്ധിയിൽ വളരാൻ നമ്മളെ സഹായിക്കും. ഇതൊരു സത്യമാണ്. ചിലർക്കൊക്കെ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയോട് താല്പര്യമേ ഇല്ല. എന്തിനു വേണ്ടിയാണ് കുമ്പസാരിക്കുന്നത്? ഞാൻ ഡയറക്റ്റായിട്ട് പറയും. അച്ഛന്മാരോട് പറയേണ്ട എന്തിനാ? ഞാൻ ദൈവത്തോട് നേരിട്ട് പറയും. ചിലരൊക്കെ മുടന്ത ന്യായം പറയുന്നത് കേട്ടിട്ടില്ലേ? ചിലർ വർഷങ്ങളായിട്ട് 15 വർഷം 14 വർഷം പോലും അത്ര നാൾ ദീർഘമായി കുമ്പസാരിക്കാതെ ജീവിക്കുന്നവരെ കാണാൻ പറ്റും. അവരുടെയൊക്കെ ജീവിതത്തിൽ പാപബോധം നഷ്ടപ്പെടും, അശുദ്ധി വളർന്നുകൊണ്ടിരിക്കും. വെറുപ്പ്, വാശി, വൈരാഗ്യം, അഹങ്കാരം, സ്വാർത്ഥത. പക്ഷെ അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അൽഫോൻസാമ കുമ്പസാരത്തെ സ്നേഹിച്ച വ്യക്തിയാണ്, പ്രണയിച്ച വ്യക്തിയാണ്. കുമ്പസാരിക്കാനായിട്ട് ഭയങ്കര തീഷ്ണതയാണ്. അതിനേക്കാൾ ഉപരി അൽഫോൻസാമയുടെ ജീവിതത്തിൽ മറ്റൊരു സംഭവം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു വിശുദ്ധരായിട്ട് തീരണമെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ കുമ്പസാരവുമായിട്ട് ഒരു ബന്ധം വേണം പ്രിയമുള്ളവരെ. അൽഫോൻസാമ ചെയ്തിരുന്നത് വൈദികൻ കൊടുക്കുന്ന പ്രായശ്ചിത്തം മാത്രം വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് ചെയ്യുന്ന സ്വഭാവമായിരുന്നില്ല.
അൽഫോൻസാമ്മ സ്വയം വീണ്ടും ചില ത്യാഗങ്ങൾ എടുത്ത് പാപത്തിന് പരിഹാരം ചെയ്യും. വൈദികൻ നിഷ്കർഷിക്കുന്ന ചില പരിഹാര പ്രവൃത്തികളോടൊപ്പം അൽഫോൻസാമ്മ തന്നെ ചില പരിഹാര പ്രവൃത്തികൾ സ്വന്തമായിട്ട് ചെയ്യും. എന്നിട്ട് അൽഫോൻസാമ്മ പറയുന്ന ഇതാണ്, ഈ പ്രവൃത്തികൾ വിശുദ്ധിയിൽ വളരുവാൻ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പാപം ചെയ്തു എന്ന് കണ്ടാൽ ഞാൻ അതിന് തക്ക പ്രായശ്ചിത്തം ചെയ്യും. കുമ്പസാരത്തിൽ ലഭിക്കുന്ന പ്രായശ്ചിത്തത്തിന് പുറമേയാണ് വിശുദ്ധിയിൽ വളരുവാൻ അതെന്നെ ഏറെ സഹായിച്ചു. അൽഫോൻസാമ്മയുടെ വാക്കുകളാണ്. വിശുദ്ധിയിൽ വളരുവാൻ വിശുദ്ധ കുമ്പസാരവും ആ കുമ്പസാരത്തിൽ വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തവും അതിനോടൊപ്പം തന്നെ സ്വയം പ്രായശ്ചിത്തവും ചെയ്ത് വിശുദ്ധിയിൽ വളരാൻ അൽഫോൻസാമ്മയ്ക്ക് സാധിച്ചു. നമ്മളും ഈ ഒരു മാതൃക അനുകരിക്കണം. 5, പരിശുദ്ധ മറിയത്തോടൊപ്പമുള്ള രക്ഷാകര രഹസ്യം ധ്യാനിച്ചുള്ള ജപമാല. അൽഫോൻസാമ്മയുടെ കയ്യിൽ നമ്മൾ കാണുന്നുണ്ട് ജപമാല. എത്ര രസമാണ്! എന്താണ് ഒരു ആയുധമാത്, ശക്തിയാണ്. ഈ കാലഘട്ടത്തിൽ പൈശാചിക ബന്ധനങ്ങളെ, അന്ധകാര ശക്തികളെ, വിശുദ്ധിക്കെതിരെ വരുന്ന തിന്മകളെ തകർക്കാൻ സ്വർഗം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് പരിശുദ്ധ ജപമാല. ആ മുത്തുകളെടുത്ത് ഓരോ നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ വിശുദ്ധി നമ്മളിൽ നിറയും. അശുദ്ധിയുടെ തിന്മകൾ എരിഞ്ഞു പോകും. പ്രത്യാശ വരും. ജീവിതത്തിന് അർത്ഥമുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകും. ഇന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുമക്കൾ, യുവതി യുവാക്കളൊക്കെ ആത്മഹത്യയെ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു വികാരത്തിൽ എത്തിച്ചേരാൻ കാരണം എന്താണ്? ഈ വിശുദ്ധരായിട്ടുള്ളവരുടെ ജീവിത മാതൃക, അവരുടെ ജപമാലയോടുള്ള അവരുടെ ഭക്തി, ഇതൊന്നും നമുക്ക് വേണ്ട എന്നുള്ള ചിന്തയാണ്. ജപമാല പ്രാർത്ഥന വേണം. ജപമാല അത് അഭിഷേകമാണ്, അനുഗ്രഹമായി മാറും. എല്ലാ കൃപകളിലും വളരുവാൻ ഈ മറിയത്തോടൊപ്പമുള്ള ജപമാല പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അൽഫോൻസാമ്മയ്ക്ക് ആ ജപമാല ചൊല്ലാൻ ഒരു ദിവസം തന്നെ ഒത്തിരി ജപമാലകൾ വിശുദ്ധ അൽഫോൻസാമ്മ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ ഇന്ന് വിശുദ്ധിയിൽ എത്തിയിരിക്കുന്നത്. ഈശോയെ സ്നേഹിച്ചു, സഹോദരങ്ങളെ സ്നേഹിച്ചു, ജീവിതത്തിലെ സഹനങ്ങളെ ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ചു. അത് വിശുദ്ധിക്ക് കാരണമായി. ആ വിശുദ്ധി നിത്യതയിലേക്ക് അൽഫോൻസാമ്മയെ കൊണ്ടെത്തിച്ചു. 6, നല്ല സൗഹൃദങ്ങൾ വേണം. പ്രിയമുള്ളവരെ, നല്ല സൗഹൃദങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ വിശുദ്ധിയിൽ വളരാൻ നമ്മളെ സഹായിക്കും. നിന്റെ സൗഹൃദങ്ങൾ ഏതൊക്കെയാണ്? ദൈവത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ നൈമിഷികതയെക്കുറിച്ചുമൊക്കെ തിരിച്ചറിവ് നൽകുന്ന നല്ല സൗഹൃദങ്ങളാണോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. അവസാനം നമുക്ക് നല്ല കാവൽ മാലാഖമാരുണ്ട്. നമുക്ക് വിശുദ്ധ അൽഫോൻസാമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഈ കാവൽ മാലാഖയോടൊക്കെ നമ്മൾ സഹായം തേടണം വിശുദ്ധിയിൽ വളരാൻ. നിങ്ങളുടെ കാവൽ മാലാഖയെ വിളിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സഹായിക്കുവാൻ അവൻ തൽപരനാണ്. പിശാചിനെ അവഗണിക്കുക, അവനെ ഭയപ്പെടാതിരിക്കുക. കാരണം നിങ്ങളുടെ കാവൽ മാലാഖയെ കാണുമ്പോൾ പിശാച് ഓടിപ്പോവും. ഒരു പ്രലോഭനം വരുമ്പോൾ, ഒരു അസ്വസ്ഥത വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയ കാവൽ മാലാഖയെ കൂട്ടുപിടിക്കണം. വിശുദ്ധ മിഖായേലിനെ വിളിക്കണം. മിഖായേൽ ഇന്ന് വലിയ ശക്തനായ പോരാളിയായിട്ട് ദൈവത്തിൻ്റെ ശക്തി തൻ്റെ മക്കൾക്ക് നൽകാൻ, തങ്ങളുടെ മക്കളിലൂടെ ദൈവിക ശക്തി വെളിപ്പെടുത്തുവാൻ ഇന്ന് മിഖായേൽ മാലാഖ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം തേടിക്കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്, വലിയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധരൊക്കെ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിച്ചതാണ്. അവസാനം അനുദിനമുള്ള പ്രവർത്തനങ്ങളിലുള്ള ആത്മാർത്ഥതയും വിശ്വസ്തതയും വിശുദ്ധിയിൽ നമ്മളെ വളർത്തും. വിശുദ്ധ അൽഫോൻസാമ്മ ഏതൊക്കെ ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടുണ്ടോ അവയിലെല്ലാം ആത്മാർത്ഥതയുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ വളരെ ആത്മാർത്ഥതയുണ്ടായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ വിശുദ്ധ അൽഫോൻസാമ്മ പഠിപ്പിക്കുമായിരുന്നു. അത് വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിച്ചു. ആത്മാർത്ഥതയും വിശ്വസ്തതയും നിന്റെ കുടുംബജീവിതമാകാം. നീ ആത്മാർത്ഥതയും വിശ്വസ്തതയും കാണിക്കണം. നിന്റെ തൊഴിൽ മേഖലകളിൽ, നിന്റെ ശുശ്രൂഷാ മേഖലകളിൽ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നിന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ, അധികാരങ്ങളിൽ വിശ്വസ്തതയും ആത്മാർത്ഥതയും പുലർത്തിയാൽ നിനക്ക് വിശുദ്ധിയിൽ വളരാൻ, വിശുദ്ധനായി തീരാൻ, വിശുദ്ധയായി തീരാൻ സാധിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധയായി തീരണമെങ്കിൽ നമ്മൾ ആരംഭിക്കണം ഇന്ന് തന്നെ. അല്ല നാളെ എന്ന്, അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ കഴിയട്ടെ, ഈ നാളുകളിലൊക്കെ ഒന്ന് സന്തോഷിച്ച് ജീവിച്ച്
കുറേ നാൾ കഴിഞ്ഞിട്ട് വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയല്ല, അത് പിശാചിൻ്റെ തട്ടിപ്പാണ്. പിശാച് പറയും കുഴപ്പമില്ലടാ, നീ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്ക്, ഒരു കുഴപ്പവുമില്ല. പക്ഷെ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് എത്രയോ പെട്ടെന്നുള്ള മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമുള്ളവർ, നല്ല ആരോഗ്യമുള്ള, ഒരു കുഴപ്പവുമില്ല, ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്തു, കിഡ്നിക്ക് കുഴപ്പമില്ല, ഹാർട്ടിന് കുഴപ്പമില്ല, ലിവറിന് കുഴപ്പമില്ല, പാൻക്രിയസിന് കുഴപ്പമില്ല, എല്ലാത്തിനും ഓക്കെ, നോർമൽ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഓക്കെ, നോർമൽ. പക്ഷേ രാത്രി കടന്ന് പ്രഭാതം കാണാതെ എത്രയോ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നു. മരണത്തെ ധ്യാനിക്കണം. ഒരു സഹോദരി അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന സഹോദരി പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവ്, ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയി, എല്ലാ ഇത് ചെക്കപ്പ് കഴിഞ്ഞു, സ്കാനിങ് കഴിഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ കൂടെ കിടന്ന ഭർത്താവ് ഉണർന്നില്ല, അദ്ദേഹം മരിച്ചു. ആ ഷോക്കിൽ അവർ വേദനയോടെ കൗൺസിലിങ്ങിന് നാളുകൾക്ക് ശേഷം വന്നു, അവർ ഷെയർ ചെയ്തതാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. എന്നിട്ട് നമ്മൾ നിത്യതയെക്കുറിച്ച് എന്തേ ധ്യാനിക്കാത്തത്? ഈ ജീവിതത്തിൻ്റെ നൈമിഷ്യതയെക്കുറിച്ച് എന്തേ ബോധപൂർവം അതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കാത്തത്? അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനത്തിൽ നമ്മളെ അൽഫോൻസാമ്മ വിളിക്കുകയാണ് വിശുദ്ധിയിൽ വളർന്ന് വിശുദ്ധരായിത്തീരാൻ. സ്നേഹത്തോടെ ജീവിച്ച് സഹനത്തിൻ്റെ പാതയിലൂടെ ചരിച്ച് വിശുദ്ധിയുടെ വസ്ത്രമണിഞ്ഞ് നിത്യതയിൽ നിത്യജീവനിൽ ദൈവത്തോടൊപ്പമാകാൻ ഈ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമെന്നാണ് വിശുദ്ധ അൽഫോൻസാമ്മ നമ്മളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, നല്ലൊരു വിശുദ്ധയായി തീരണമെങ്കിൽ നമ്മൾ ഇന്ന് ആരംഭിക്കണം. എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലും കുറവുകളുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ അഗസ്തീനോസ് എത്രമാത്രം കുറവുകളുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു തീരുമാനമെടുത്തപ്പോൾ, വചനത്തിൽ ലഭിച്ച പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിലപാടെടുത്തപ്പോൾ, അല്ലേ, വിശുദ്ധ അഗസ്റ്റിൻ ബുദ്ധിരാക്ഷസനായിരുന്നു. ഈ ലോകത്തിൻ്റെ വിജ്ഞാനങ്ങളുടെ ഭണ്ഡാരമായിരുന്നു. പക്ഷെ ആ വിജ്ഞാനമൊന്നും വിശുദ്ധിയിൽ വളർത്തുന്നില്ല എന്ന് കണ്ട, അശുദ്ധിയിലേക്കാണ് നയിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഒരു വേള വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവവചനം അഗസ്തീനോസിനെ വിശുദ്ധിയിലേക്ക് വളർത്തി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അദ്ദേഹവും ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിലൊക്കെ അധികാരത്തിലും പ്രശസ്തിയിലുമൊക്കെ ആഗ്രഹിച്ച് മാടമ്പിയാകാനായിട്ട് ആഗ്രഹിച്ചു. യുവത്വത്തിൻ്റെ നാളുകളിൽ ആഘോഷങ്ങളിലായിരുന്നു ജീവിതം. പക്ഷേ ദൈവവചനവുമായൊരു ബന്ധം വന്നപ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ സെന്റ് ഡാമിയാനോ ദേവാലയത്തിൻ്റെ കുരിശിത രൂപത്തിൽ ആരെയാണ് നീ സേവിക്കേണ്ടത്? യജമാനനെയാണോ ഭൃത്യനെയാണോ? സ്പൊളറ്റോ താഴ്വരയിൽ യുദ്ധത്തിനായിട്ട് പോയ സമയത്ത് വിശ്രമിക്കുന്ന സമയം ആ സ്പൊളറ്റോ താഴ്വരയിൽ അശരീരി ഒരു സ്വരം ഫ്രാൻസിസിൻ്റെ കാതിൽ മുഴങ്ങി, ഫ്രാൻസിസ് ആരെയാണ് സേവിക്കേണ്ടത്? യജമാനനെയോ ഭൃത്യനെയോ? ആ ഫ്രാൻസിസിൻ്റെ ചൈതന്യം, ഫ്രാൻസിസ് ആ നിമിഷം പറഞ്ഞു, യജമാനനെയാണ് സേവിക്കേണ്ടത്. ആ ശരീരി പറഞ്ഞു, എങ്കിൽ തിരിച്ചു പോവുക, നീ തിരിച്ചു പോവുക. ലോകത്തിലേക്ക് വേണ്ടി ഓടാതെ, ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി, ലോകത്തിലെ സമ്പാദ്യത്തിന് വേണ്ടി, ലോകത്തിലെ പ്രശസ്തിക്ക് വേണ്ടി, ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി ഓടാതെ നീ തിരിച്ചു പോകാൻ പറഞ്ഞു. ഫ്രാൻസിസ് അതനുസരിച്ചു. ഫ്രാൻസിസിൻ്റെ ഈ ചൈതന്യമാണ് നമ്മുടെ അൽഫോൻസാമ്മ സ്വന്തമാക്കിയത്. ഫ്രാൻസിസിൻ്റെ ആ സ്പിരിച്വാലിറ്റി ആകൃഷ്ടയായിട്ടാണ് ക്ലാരമഠത്തിൽ ഈ അൽഫോൻസാമ്മ ചേരുവാൻ ആഗ്രഹിച്ചത്. എത്രയോ കോൺഗ്രിഗേഷൻസ് ഉണ്ട്, മറ്റു പല കോൺഗ്രിഗേഷൻസ് ഉണ്ടായിട്ടും അൽഫോൻസാമ്മയെ പ്രചോദിപ്പിച്ചത് ഈ ഫ്രാൻസിസിൻ്റെ ജീവിതശൈലിയായിരുന്നു. അതുകൊണ്ടാണ് അൽഫോൻസാമ്മ ക്ലാരമഠത്തിൽ ചേർന്ന് ഫ്രാൻസിസ്കൻ ആത്മീയത നയിക്കണമെന്ന് ആഗ്രഹിച്ചെത്തിയത്. അത് വിശുദ്ധിയിൽ അൽഫോൻസാമ്മയെ കൊണ്ടെത്തിച്ചു. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അല്പം കൂടെ ഗൗരവമായി എടുക്കാൻ പ്രിയമുള്ളവരെ. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ച് മരിച്ച് മണ്ണടിയേണ്ടവരല്ല, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. ഈ ലോകത്തിൽ ദൈവം തരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നമുക്ക് വിശുദ്ധിയിൽ വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നവരാകാം. അപ്പോൾ നമ്മുടെ അൽഫോൻസാമ്മ സന്തോഷവതിയാകും. നമ്മൾ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കാരണം അൽഫോൻസാമ്മ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ വിശുദ്ധിക്ക് വേണ്ടി നിലപാടെടുത്തു, വിശുദ്ധി പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ചു, വിശുദ്ധിയിൽ വളരാനായിട്ട് തൻ്റെ ജീവിതത്തിൽ വന്ന സഹനങ്ങളെ സന്തോഷത്തോടെ ചേർത്ത് വെച്ചു. ഈശോ കഷായം തന്നാൽ ഈശോ പഞ്ചസാരയും തരും, മധുരം തരും.
ഈ കഷായത്തിൻ്റെ സഹനത്തിൻ്റെ തലത്തിൽ മാത്രമല്ല അവൻ കൊണ്ടുപോകുന്നത്, നിനക്ക് മധുരവും നൽകുന്നവനാണ്. എനിക്ക് ഈശോ മതി, ഈശോ മതി എന്ന്, ഈശോ മാത്രം മതി എന്ന് അൽഫോൻസാമ ഓരോ ശ്വാസത്തിലും യേശു നാമം ഉരുവിട്ടുകൊണ്ടിരുന്നത് കൊണ്ട് വിശുദ്ധി അവളിൽ വളർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നാമം, ഏറ്റവും സമയം ഏത് നാമമാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ ഇഷ്ടങ്ങളുടെ നാമങ്ങളാണോ, അതോ നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മളോടൊപ്പം വിശുദ്ധ വചനത്തിലും വിശുദ്ധ കുർബാനയിലും ജീവിക്കുന്ന ഈശോയിലാണോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. ഈ തിരുനാൾ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ഈ തിരുനാൾ വിശുദ്ധ അൽഫോൻസാമയുടെ ഈ തിരുനാൾ, അൽഫോൻസാമ മരിച്ചിട്ട് 80 വർഷമാവുകയാണ് പ്രിയമുള്ളവരെ. പക്ഷേ ഇന്നും ആ കബറിടത്തിൽ ചെല്ലുമ്പോൾ ദൈവികമായ അനുഭവം കടന്നു ചെന്ന് ആ കബറിടത്തിൽ ചെന്ന് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ, ഇതൊക്കെ ഈ വിശുദ്ധിക്ക് വേണ്ടി ഈ പുണ്യവതി കൊടുത്ത ജീവിതത്തിൻ്റെ വിലയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. വിശുദ്ധി കൂടാതെ നമുക്ക് ആ ദൈവത്തെ പ്രീതിപ്പെടുത്താനാവുകയില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക, എന്നെ വിശ്വസിക്കുക. വിശുദ്ധരാകാൻ തുടങ്ങുന്നതിന് നാളെ വരെ കാത്തിരിക്കരുത്. ഇതാണ് ശരിയായ സമയം, ഇന്ന് ആരംഭിക്കുക. അതുകൊണ്ടല്ലേ ഈശോ വചനത്തിൽ പറയുക, നിങ്ങൾ ഇന്നെങ്കിലും ഹൃദയം കഠിനമാക്കാതെ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചാൽ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, രക്ഷ പ്രാപിക്കും. നമ്മുടെ എല്ലാവരുടെയും രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും നാശമാണ് പിശാച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരെയാണ് പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? പിശാച് ആഗ്രഹിക്കുന്നത് മാനവകുലത്തെ യേശുവിൻ്റെ തിരുരക്തത്താൽ നേടിയ ആ ജനത്തെ നശിപ്പിക്കാനായിട്ട് പിശാച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പിശാചിൻ്റെ പ്രവൃത്തികൾ നമുക്കറിയാം. അവൻ മോഷ്ടിക്കും, കൊല്ലും, നശിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിലെ ആദ്യ ഭാഗമാണ്. എന്നാൽ അടുത്ത ഭാഗത്ത് പറയുന്നു, ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുന്നതിന് വേണ്ടി. സമൃദ്ധിയുടെ ജീവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ജീവിക്കുവാനും ആ സമൃദ്ധിയുടെ പൂർണ്ണതയിൽ, നിത്യതയിൽ എത്തിച്ചേരുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കാം. ഏതവസ്ഥയായിക്കൊള്ളട്ടെ, ഏത് തൊഴിൽ മേഖലയായിക്കൊള്ളട്ടെ, ഏത് ജീവിത അന്തസ്സായിക്കൊള്ളട്ടെ. ഒരുപക്ഷെ നീ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഭയപ്പെടരുത്. നിന്റെ സഹനങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. അൽഫോൻസാമ സഹിച്ചില്ലേ? ആ സഹനങ്ങൾ വിലയില്ലാതായി തീർന്നോ? ഇല്ല. അൽഫോൻസാമയുടെ സഹനങ്ങളെ കണ്ട ദൈവം അവളുടെ സഹനത്തിന് കൊടുത്ത വിലയാണ് വിശുദ്ധിയും നിത്യജീവനും. നമുക്ക് നിത്യജീവൻ ആഗ്രഹിക്കാം. ജനിച്ചാൽ മരണമുണ്ട്, അല്ലേ? നമ്മുടെ കയ്യിൽ കാരണം എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കും. നമ്മുടെ കയ്യിലല്ല. ജനനവും ജീവിതവും മരണവും ദൈവത്തോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചാൽ അതൊരു അനുഗ്രഹമായി തീരും. നമ്മളെ ദൈവം ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാനാണ്. നിത്യത മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധർ ജീവിച്ചതുപോലെ, അൽഫോൻസാമ ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ വിശുദ്ധരുടെ മാതൃക അനുകരിച്ച് അനേകം വിശുദ്ധരായ ആത്മാക്കൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അവർ പലതും വേണ്ട എന്ന് വെച്ച്, നൈമിഷിക സന്തോഷങ്ങളും സുഖങ്ങളും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ വചനത്തോട് ചേർന്ന്, ദൈവവചനത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതമാണ് നമ്മുടെയൊക്കെ പ്രചോദനമായി മാറേണ്ടത്. ഇന്ന് അനേകർ സഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ഈ സഹനത്തിനൊക്കെ അർത്ഥമുണ്ടോ എന്ന് ലോകം ചോദിക്കും. എന്നാൽ വിശുദ്ധരായ ആത്മാക്കൾ, വിശുദ്ധിയുടെ കാഴ്ചപ്പാടുള്ളവർ, അവർ പറയും, ഈ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് കുഞ്ഞെ. നീ സഹിക്കുന്ന നിന്റെ വേദനകൾക്ക്, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീറുകൾക്ക് നിന്നെ വിശുദ്ധനാക്കാൻ, വിശുദ്ധയാക്കാൻ കഴിയുമുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് അൽഫോൻസാമയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതിയുവാക്കളുടെ മേൽ വിശുദ്ധി നിറയ്ക്കണമേ എന്ന്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അൽഫോൻസാമയോട് നമുക്ക് മാധ്യസ്ഥം വഹിക്കാം. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ കുഞ്ഞുനാളിൽ തന്നെ വിശുദ്ധിയിൽ വളരുവാൻ ആവശ്യമായ ബോധ്യവും ജ്ഞാനവും ദൈവാശ്രയവും ദൈവഭയവും ദൈവഭക്തിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് അൽഫോൻസാമയോട് പ്രാർത്ഥിക്കാം.
കുടുംബജീവിതക്കാർക്ക് വേണ്ടി ജീവിത പങ്കാളികൾ പരസ്പരം വിശ്വസ്തതയും സ്നേഹവും പുലർത്താൻ, എളിമയോടെ വിധേയത്തോടെ ജീവിക്കുവാൻ. അഹങ്കാരം ഇന്ന് കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. വിട്ടുകൊടുക്കില്ല, ക്ഷമിക്കാൻ പറ്റില്ല. ഒന്ന് താഴ്ന്നു കൊടുത്താൽ പ്രശ്നം തീരും. പക്ഷെ പറ്റില്ല, എനിക്ക് വാശിയുടെ പുറത്ത് നിന്നുകൊണ്ട് എന്തും പറയുവാൻ, ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തി അവഹേളിക്കുവാൻ, അപമാനിക്കുവാൻ ഇന്ന് നമ്മളൊക്കെ തരം താഴുന്നുണ്ടെങ്കിൽ അത് ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ടാണ്. മരണമെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. അൽഫോൻസാമ്മ മരണത്തെ സോദരി മരണമെന്നാണ് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അസീസിയിലെ ഫ്രാൻസിസ് അങ്ങനെയാ പറഞ്ഞത്. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ആത്മീയത പിൻചെല്ലുവാൻ, ആത്മീയത ജീവിതത്തിൽ പാലിക്കുവാൻ അൽഫോൻസാമ്മ പരിശ്രമിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ഓരോ ശ്വാസത്തിലും എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ എന്ന് പറയുമായിരുന്നു. അൽഫോൻസാമ്മയും അത് പറഞ്ഞിട്ടുണ്ടാകും. ഫ്രാൻസിസ് മരണത്തെ സോദരി മരണമേ എന്നാണ് ഓരോ നിമിഷവും പറഞ്ഞിരുന്നത്. അൽഫോൻസാമ്മയും മരണത്തെ അവളുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ഒരു ദിവസം തന്നെ 40 തവണ അവൾ ഛർദ്ദിച്ചിട്ടുണ്ടെന്ന് ആത്മകഥയിൽ നമ്മൾ അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവചരിത്രത്തിൽ നിന്നൊക്കെ നമ്മൾ തെളിഞ്ഞു കാണുമ്പോൾ ആ സഹനങ്ങളിലും അവൾ മരണത്തെ കണ്ടിട്ട് സോദരി മരണമേ എന്ന് മരണത്തെപ്പോലും സ്നേഹിച്ചിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, അവസാനം അൽഫോൻസാമ്മ ഫ്രാൻസിസ് പറഞ്ഞതും പറഞ്ഞിട്ടുണ്ടാകും. നമുക്ക് തുടങ്ങാം. നമ്മളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. കൂടെയുള്ളവരോടൊക്കെ അൽഫോൻസാമ്മ ഇന്ന് നമ്മളോട് പറയുകയാണ്, നമ്മളോടും ഇന്ന് അൽഫോൻസാമ്മ പറയുകയാണ്, ലെറ്റ്സ് ബിഗിൻ. നമുക്ക് തുടങ്ങാം വിശുദ്ധിയിലേക്കുള്ള ഒരു വിശുദ്ധ ജീവിതം, നിത്യതയിലേക്കുള്ള ഒരു വിശുദ്ധ ജീവിതം. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം, മിഴികൾ അടയ്ക്കാം. ഗുഡ്നസ് ടിവിയിലൂടെ ഈ 2 ദിനങ്ങളിൽ നിങ്ങൾ അൽഫോൻസാമ്മയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിൻ്റെ പിന്നിൽ അനേകർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ദുഃഖങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെടേണ്ട. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ തൊഴിൽ മേഖലകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ എല്ലാം വിശുദ്ധിയോട് ചേർത്ത് നമുക്ക് ജീവിക്കുവാനായിട്ട് നല്ല നിലപാടെടുക്കാം. മനുഷ്യനെ ഭയപ്പെടേണ്ട. മനുഷ്യരുടെ പ്രീതിയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ പ്രീതിയാണ്. അതിന് നമ്മുടെ വിശുദ്ധിയിൽ വളരണമെങ്കിൽ ദൈവഭയം നമുക്കുണ്ടാകണം. ദൈവഭയം മറ്റ് സകല ഭയങ്ങളെയും ഉന്മൂലനം ചെയ്യുമെന്ന് വചനം പറയുന്നുണ്ട്. നമുക്ക് ദൈവഭയമുള്ളവരാകാം. പാപത്തെ ചെറുത്ത് തോൽപ്പിച്ച് അൽഫോൻസാമ്മയെ പോലെ നമുക്കും എല്ലാവരെയും സ്നേഹിക്കാം. അൽഫോൻസാമ്മ എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവരെയും അസീസിലെ ഫ്രാൻസിസിനെ പോലെ സകലരെയും അൽഫോൻസാമ്മയും സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിന് വേണ്ടി അവൾ കൊടുത്ത വിലയാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത സഹനങ്ങൾ. അവൾ ഏറ്റെടുത്ത സഹനങ്ങളെ അവൾ തള്ളിപ്പറഞ്ഞില്ല. അതിന് കാരണമായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും അവൾ കുറ്റപ്പെടുത്തിയില്ല. ആ സഹനങ്ങളെ അവൾ വിശുദ്ധിയിൽ വളരുവാൻ അവൾ അതിനെ ഉപയോഗിച്ചു. വിശുദ്ധിക്ക് വേണ്ടി ആ സഹനങ്ങളെ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചു. വിശുദ്ധിയിൽ പൂർണ്ണത വന്നപ്പോൾ ദൈവം അവളെ നിത്യതയിലേക്ക് കൊണ്ടെത്തിച്ചു. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ വേദനകളിൽ, നിരാശകളിൽ, പ്രയാസങ്ങളിൽ തളർന്നു പോകാതെ, ജീവിതം അവസാനിപ്പിക്കാതെ അവസാനം വരെ അൽഫോൻസാമ്മയെപ്പോലെ പടപൊരുതുവാൻ അഭിഷേകം നൽകണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മേവരെയും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ആരാധനയിൽ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം.
എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമല്ല, സേവിച്ചിടും ഞാനൻ സർവവുമ അടിയനിതാ. അടിയനിതാ അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ. ആരാധന 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 ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവം ഇതാ നമ്മുടെ മുന്നിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ വിശുദ്ധീകരിച്ച് നിത്യജീവന് അവകാശികളാക്കി മാറ്റുവാൻ ഇതാ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും മറന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ട് മാറുന്നത്. ദൈവം നമ്മളെ ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ആ തിരിച്ചറിവോടെ നമുക്ക് ഈ ആരാധനയിലായിരിക്കാം. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന്. എന്തിനു വേണ്ടിയാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അനശ്വരതയ്ക്ക് വേണ്ടിയാ, മറ്റൊന്നിനും വേണ്ടിയല്ല. നിത്യതയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവനോടൊപ്പമായിരിക്കുവാൻ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ, ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ സൃഷ്ടവസ്തുക്കളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മറ്റൊരു വാക്കിൽ നമ്മളെല്ലാവരും വിശുദ്ധരായി ദൈവത്തോടൊപ്പമായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ വിശുദ്ധിയെ തകർക്കുന്നത് ലോകത്തോടുള്ള അമിതമായ ബന്ധവും ലോകത്തിലെ തിന്മകളുമായുള്ള നമ്മുടെ തെറ്റായ ജീവിത ശൈലികളുമാണ്. അവയെ അകറ്റി നിർത്താൻ നമുക്ക് കടമയുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. ആ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ ദുരുപയോഗിക്കുമ്പോൾ മനുഷ്യൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, നീ ഞങ്ങളെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. നിന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ ഞങ്ങൾ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ മൂലം മരണം ലോകത്തിലേക്ക് വന്നുവെന്നും അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നുവെന്നും അവിടുന്ന് തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ മനോഭാവങ്ങളെ, ഞങ്ങളുടെ ശരീരത്തെ ദൈവമേ നീ വിശുദ്ധീകരിക്കണമേ. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. ഈ ഭൂമിയിലെ ജീവിതം എത്രയോ നൈമിഷികമാണ്. ഏറിയാൽ 70-80, പ്രഭാഷകൻ പറയും
100 വയസ്സുവരെയൊക്കെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് കാരുണ്യം പ്രദർശിപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കാരുണ്യമാണ് ഞങ്ങളുടെ ജീവിതവും ജീവിതത്തിൻ്റെ ദൈർഘ്യവും. ഈ തിരിച്ചറിവോടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും ആധാരം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും ആധാരം. എല്ലാ തോൽവികൾക്കും നാദാനം, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദാനം, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. ഈശോയെ നോക്കിയൊന്ന് പ്രാർത്ഥിച്ചേ. നാഥാ, നിൻ സാന്നിധ്യം മതി. നാഥാ, നിൻ സാന്നിധ്യം മതി. ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ തകർച്ചകളിൽ നിന്റെ സാന്നിധ്യം മതി കർത്താവേ. ആ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളെയും സഹനങ്ങളെയും അതിജീവിക്കുവാൻ ബലം നൽകും, ഊർജം നൽകും. നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ പാപമേഖലകളെ നിന്റെ തിരുരക്തത്താൽ കഴുകണമേ കർത്താവേ. ഞങ്ങളിതാ ഞങ്ങളുടെ കണ്ണുകളെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നീയാണ് ഞങ്ങൾക്ക് കാഴ്ച നൽകിയത്. നിന്നെ കാണുവാൻ, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന നിന്റെ സാന്നിധ്യത്തെ കാണുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ കണ്ണ് ഇന്ന് മലിനമാണ്, അശുദ്ധിയാണ്. ഞങ്ങളുടെ കണ്ണുകളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇന്ന് അശുദ്ധിക്കായിട്ട് ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളുടെ കണ്ണുകളിലൂടെ മലിനമായ പലതും ഞങ്ങളുടെ ശരീരത്തെ അശുദ്ധമാക്കിയിട്ടുണ്ട് കർത്താവേ. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ശരീരം ഞങ്ങളുടെ കാഴ്ച കൊണ്ട് ഞങ്ങൾ മലിനമാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുക. തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, അകലെ നിൽക്കുന്ന വ്യക്തി എൻ്റെ സഹോദരനാണ്, സഹോദരിയാണെന്ന് തിരിച്ചറിയുവാനുള്ള കാഴ്ച ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. യഥാർത്ഥ കാഴ്ചയുള്ളവരായി മാറുന്നത് അകലെ നിൽക്കുന്നതൊക്കെ അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർ പോലും വസ്തുക്കളായി മാറുമ്പോൾ, എനിക്ക് ഉപയോഗിക്കുവാനുള്ള വസ്തുവായി വ്യക്തികളെ പോലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നീ പാപത്തിലാണ്, നീ ബന്ധനത്തിലാണ്. നിനക്ക് നിത്യത അവകാശമാക്കാനാവാത്തവണ്ണം പിശാചി നിന്നെ ബന്ധിച്ചിരിക്കുക. ഇരുകരങ്ങളും നമ്മുടെ കണ്ണുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. അന്ധനായ മനുഷ്യന്റെ കണ്ണ് തുറന്ന അന്ധനായ ബർത്തമീസിന്റെ കാഴ്ച തിരിച്ചു കൊടുത്ത കർത്താവേ, എൻ്റെ കണ്ണുകളിലെ മാലിന്യം എടുത്തു മാറ്റി എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കണ്ണാണ് വെളിച്ചം.
കണ്ണാണ് യഥാർത്ഥ വെളിച്ചം നമുക്ക് നൽകുന്നത്. കാഴ്ച ശരിയായിട്ടുള്ള കാഴ്ചയാണെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. നിന്റെ കണ്ണ്, നിന്റെ കാഴ്ച അന്ധകാരമാണെങ്കിൽ, അശുദ്ധിയാണെങ്കിൽ ശരീരം മുഴുവനും അന്ധകാരമായി മാറും. ഇരുകരങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, നിന്റെ കരങ്ങളാക്കി എൻ്റെ കരങ്ങളെ മാറ്റി എൻ്റെ കണ്ണുകളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇരുകരങ്ങളും നമ്മുടെ കണ്ണിനോട് ചേർത്ത് വെച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കണ്ണുകളിലുള്ള അശുദ്ധി, കണ്ണിലുള്ള കാഴ്ചയിലുള്ള അശുദ്ധി മറ്റുള്ളവരെ സഹോദരരായി, വിശുദ്ധരായി, വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളായി കാണാൻ കഴിയാത്തവണ്ണം ഉപയോഗ വസ്തുക്കളായി കാണാനും അതിനെ ഉപയോഗിക്കുവാനും തക്കവണ്ണം ഞങ്ങളുടെ അഹങ്കാരം, സ്വാർത്ഥത, ഞങ്ങളുടെ അന്ധകാരം നിറഞ്ഞ കാഴ്ച ഞങ്ങളെ അശുദ്ധിയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളിലൂടെ നല്ലത് കാണുവാൻ, ദൈവത്തെ കാണുവാൻ, മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുവാൻ, മറ്റുള്ളവരിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കാണുവാൻ ഞങ്ങൾക്ക് കാഴ്ച നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 എൻ്റെ കണ്ണുകളെ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഇരുകരങ്ങൾ നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. ഈശോ പറയുന്നു, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത് അത് നിന്റെ സംഭാഷണത്തിലൂടെ കടന്നു വരും. വിശുദ്ധിയാണെങ്കിൽ, നിന്റെ ജീവിതം വിശുദ്ധമാണെങ്കിൽ വിശുദ്ധിയുള്ള വാക്കുകൾ കടന്നു വരും, വിശുദ്ധിയുള്ള ചിന്തകൾ കടന്നു വരും. ഹൃദയത്തിൽ നിന്നാണ് എല്ലാം രൂപപ്പെടുന്നത്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ജഡികത, പണത്തോടുള്ള ആർത്തി, അധികാരത്തോടുള്ള ആർത്തി, പ്രശസ്തിയോടുള്ള ആർത്തി, ഇതൊക്കെ ഞങ്ങളുടെ വിശുദ്ധിയെ തകർക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസ് അമ്മ ഇതിനു വേണ്ടി ഒന്നും തൻ്റെ ജീവിതം വിട്ടുകൊടുത്തില്ല. വിശുദ്ധിയിൽ തന്നെ തൻ്റെ ജീവിതത്തെ നിലനിർത്തുവാൻ അൽഫോൻസ് അമ്മ സഹനങ്ങൾ ഏറ്റെടുത്ത് ഈശോയോട് ചേർന്ന് നടന്നു. ഈശോയെ, ഈ ദിനത്തിൽ ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ജീവിതത്തെയും വിശുദ്ധിയിൽ നിലനിർത്തുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ചിന്തകളെ വിശുദ്ധമാക്കണമേ. ഹൃദയത്തിൽ വചനം നിറയുവാൻ, വചനം വായിക്കുവാൻ, വചനത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങളുടെ ചിന്തകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ കരങ്ങളെ നീ തിരുരക്തം കൊണ്ട് കഴുകണമേ. നിന്റെ ആണിപ്പാടുള്ള കരം കൊണ്ട് ഞങ്ങളുടെ കരങ്ങളെ സ്പർശിച്ച് ഞങ്ങളുടെ കരങ്ങളെ സൗഖ്യപ്പെടുത്തിൻ്റെ കരങ്ങളായി, മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തുന്ന കരങ്ങളായി, ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന കരങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ച് ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ, ഭാവനകൾ, മനോഭാവങ്ങളെല്ലാം ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈരടി പാടാം. ഈശോയെ, 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 ഞങ്ങളുടെ ചിന്തകളെ ഈശോയെ വിശുദ്ധീകരിക്കണമേ. നല്ലത് ചിന്തിക്കുവാൻ വചനാധിഷ്ഠിത ചിന്ത നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. തിരുരക്തത്താ കഴുകണമേ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അൽപ്പോൾ സമയം പോലെ നിത്യജീവനിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ ബന്ധങ്ങളെ കർത്താവെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമ്മളെ അവിടെ നിന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.